വാക്കുതർക്കത്തെ തുടർന്ന് ചായക്കട ഉടമയെയും കുടുംബത്തെയും സമീപവാസി ജീപ്പ് പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മാമലക്കണ്ടം സ്വദേശി വിനോദിന്റെ ചായക്കടയിലാണ് അതിക്രമം ഉണ്ടായത്. ദൃശ്യങ്ങൾ ആദ്യം കാണാം. അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ആ വാഹനം പിന്നോട്ടെടുക്കുന്നതും ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ. വെറും വാക്കുതർക്കത്തിന് വേണ്ടി ഇത്തരത്തിൽ ക്രൂര കൃത്യം ചെയ്യാൻ, ഒരു തരത്തിലും മടിയില്ലാതെ ഇത്തരത്തിലൊരു കൃത്യം ചെയ്ത ആൾ ആരാണ്, എന്താണ് സംഭവം, ഇയാൾക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കോതമംഗലം മാമലക്കണ്ടത്ത് നിന്ന് വൈകിട്ടാണ് ഈ സംഭവം നടന്നത്. വിനോദിന്റെയും രതീഷിന്റെയും വീട്ടുകാർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് വിനോദിന്റെ ചായക്കടയിലേക്ക് രതീഷ് തന്റെ ജീപ്പ് ഓടിച്ച് കയറ്റിയത്. ദൃശ്യത്തിൽ തന്നെ അത് വ്യക്തമാണ്. 2 തവണയാണ് ഇയാൾ ഈ ചായക്കടയുടെ മുറ്റത്തേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റിയത്. ചായക്കടയുടെ അകത്തേക്ക്, മുറ്റത്തേക്ക് മാത്രമാണ് കയറ്റിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഇയാൾ നേരെ പുറകോട്ടെടുക്കുകയും വാഹനം മുന്നോട്ട് ഓടിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് തിരികെ വരുന്നതും കാണാം. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ള സംശയവും പോലീസിനുണ്ട്. എന്തായാലും ഇയാളിപ്പോൾ ഒളിവിലാണ്. ഈ പരാതിക്ക് ശേഷം ഈ രതീഷിനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ പോയിരുന്നു. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മുങ്ങി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വിനോദിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ഈ വീട്ടുകാർ തമ്മിലുള്ള ചെറിയൊരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു വധശ്രമത്തിലേക്ക് കടന്നത് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി ഉയരാൻ കാരണമായിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വാക്കുതർക്കമാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള വധശ്രമത്തിലേക്ക് വരെ എത്തിച്ചത്.